ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഒരു ഏകദേശ തീരുമാനമായിട്ടുണ്ട്. നാളെ എന്തായാലും പെരുന്നാവുന്നു. കാരണം ഇന്ന് എല്ലാ പ്രവാസികൾക്കും പെരുന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്. അപ്പോൾ നാളെ നമുക്ക് ഉറപ്പുണ്ട് നാളെ നമുക്ക് പെരുന്നായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണിച്ചിട്ട് കുറച്ചധികം പണിയുണ്ടായിന്. രാവിലെ എണിച്ചിട്ടല്ല, ഞാൻ സമ്മതിക്കാൻ ലേറ്റായിന്. ഇന്നലെ ഉറങ്ങാനേ കഴിയുന്നുണ്ടായിട്ട് പുള്ളറ അൽമ്പിൽ കുറച്ച് ലേറ്റായിന്. അത് എപ്പോഴുള്ള കാരണം തന്നെ പുള്ളറ അൽമ്പിൽ ഉറങ്ങാൻ കഴിയാത്തത്. അപ്പോൾ നമുക്ക് എന്താ വിശേഷമല്ല നോക്കാമല്ലോ. ഇന്നത്തെ എന്തായാലും നാളെ വരുന്നത്. അപ്പൊ ഇന്ന് കുറച്ചധികം നമ്മൾ ഒരുക്കങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അതിൽ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. പിന്നെ അപ്പൊ ഞാൻ കിച്ചണിലെ വിശേഷമല്ല എന്തോ നോക്കുന്നത്. നാളേക്ക് എല്ലാം കുറച്ച് സാധനമെല്ലാം ഇന്ന് റെഡി ആക്കിയിട്ട് വെക്കണമെന്ന് ചെല്ലുന്നുണ്ടായിരുന്നു ഉമ്മ. അതായത് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിലും ആക്കി കിച്ചണിൽ കുറച്ച് ഹെൽപ്പ് ആക്കാനുണ്ട്. അപ്പോ കീപ് വാച്ചിങ്. ആൻഡ് ഓൾസോ എനിക്ക് മോസ്റ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷസാമിന് ഞാൻ എന്ത് ഫുഡ് കൊടുക്കുന്നത്, ഷസാമിന്റെ ഓന്റെ കൊടുക്കുന്ന ഫുഡ് ഒന്ന് എന്തത് കാണിച്ചു തരുമെന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഷസാമിന് ഞാൻ എന്ത് എനിക്ക് ഫുഡ് കൊടുക്കില്ലെന്ന്. അപ്പോൾ ഞാൻ കൊടുക്കില്ല വൈദ്യേഴ്സിന്റെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ കുറച്ചധികം സാധനമുണ്ട്. ബനാന പൗഡർ, അതായത് കായ്പൊടി, ഇൻസ്റ്റന്റ് ബേബി മിക്സ്, ഇതെല്ലാം നമുക്ക് ട്രാവലിലെല്ലാം ഭയങ്കര യൂസ് ആവും. പിന്നെ വീറ്റ് റാഗി മിക്സ്, കൂവപ്പൊടി, റൈസ് പൗഡർ, ന്യൂട്രി മിക്സ്, ഹെൽത്ത് മിക്സ്, മുളപ്പിച്ച മുത്താറ് പൊടിയെല്ലാം ഇല്ലേ, ഇതെല്ലാം നമുക്ക് അത്ര ധൈര്യമായിട്ട് പിള്ളേർക്ക് കൊടുക്കാം. കാരണം അത്രയും നല്ല ആ ഒരു ഭയങ്കര ഹൈജീനും ഭയങ്കര എല്ലാം ഇതായിട്ട് ഒട്ടും കെമിക്കൽ ഇല്ലാത്ത നല്ല രീതിയിൽ ചെയ്യുന്ന ഇവരെ ഈ പ്രോഡക്റ്റ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ആക്കാം. ഇത് 20+ ഇയേഴ്സ് അങ്ങനെ എന്തോ അവര് ഇത് സ്റ്റാർട്ടായിട്ട് അത്രയും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബേബീസിനെല്ലാം ഇവരെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടത് ട്രയലായിട്ടുള്ള ഒരു കോംബോ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ ബേബീസ് ഏത് കഴിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ അല്ല ഞാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, കുറെ ആളായിട്ട് ചോദിക്കുന്നു ഏത് കൊടുക്കുന്നത് എന്ന്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച്. കിച്ചണിലേക്ക് വരുമ്പോന്നില്ലേ മണം സഹിക്കാൻ കഴിയുന്നില്ല. നല്ല തേങ്ങ വറുക്കുന്ന, തേങ്ങാവും കാഷ്യും ഗീയിലിട്ടിട്ട് വറുക്കുന്ന ആ ഒരു മണം ഇല്ലേ, ഈ ഡിഫറെന്റ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കുറച്ച് പണിയുണ്ട്. ഓക്കെ, ലൈറ്റ് അല്ലോ എന്തായാലും. കുക്കറിൽ നിന്നുമ്മ ബട്ടറ്റ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങ് തോന്നുന്ന ഉന്നക്കായ്ക്കുള്ള ആ ഒരു സംഭവം റെഡി ആകുന്നുണ്ട്. ഇവിടെ കട്ട്ലേറ്റിനുള്ള സംഭവം റെഡി ആകുന്നുണ്ട്. പിന്നെ ചിക്കൻ എല്ലാത്തിലേക്ക് വേണ്ട വരും. അങ്ങനെ ഇവിടെ എല്ലാം കാഷ്യൂ എല്ലാം ഉണ്ട്. ആൻഡ് ഇതെല്ലാം ഇപ്പൊ ഞാൻ മുറിച്ചിട്ട് വെക്കേണ്ട സാധനം. ഇതെല്ലാം ഒന്നാകെല്ലാം ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. ഇപ്പൊ എല്ലാ സാധനം വാങ്ങിച്ച് പോയത്, എന്നിട്ടും സാധനം ആയിട്ടായിട്ടും അതിലച്ചിട്ടുണ്ട്. ഇതാ ചിക്കന് അപ്പൊ ഞാൻ എടുത്തൊന്ന് പണിയെല്ലാം കഴിഞ്ഞായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് കട്ട്ലേറ്റ്. അപ്പൊ കട്ട്ലേറ്റിലേക്കുള്ള ഉള്ളിയെല്ലാം ഞാൻ മുറിക്കുന്നത് ഞാൻ ആ ചോപ്പർ ഉണ്ട് നമ്മളവിടെ, അതിലാണ് സെറ്റ് ആക്കുന്നത്. ഇത് ഞാൻ പീൽ ഓഫ് ആക്കുന്നുണ്ടത് ഒണിയൻ്റെ, അതായത് ഉള്ളീൻ്റെ തോല് എടുക്കുന്നുള്ളേ, അത്ര തന്നെ. പിന്നെ കട്ട്ലേറ്റിന് കായ്ക്ക് പകരം ഉന്നക്കായിൻ്റെ കായ്ക്ക് പകരം ബ്രെഡായിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഉമ്മ കൊടുക്കുന്നുണ്ടത്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ പണിയെല്ലാം ഞാൻ എടുത്തോണ്ടുണ്ടത്. കട്ട്ലേറ്റിനുള്ള ചിക്കനൊന്ന് അപ്രിപ്പറിലാക്കാനുണ്ട്, അതെല്ലാം സെറ്റാക്കുന്നുള്ളത്. അങ്ങനെ കുറച്ചധികം പണി ഉണ്ടായിരുന്നു കിച്ചണിൽ. പെരുന്നാൻ്റെ വരുന്ന മുന്നേ അറിയുന്ന തന്നെയല്ലേ ഒരു തിരക്ക്. നമുക്ക് തക്ബർ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ പണി കൊടുക്കുന്നു. കാരണം ഏകദേശം 95% ഉറപ്പുണ്ടായിരുന്നു നാളെ പെരുന്നാവുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെല്ലാം എടുത്ത് തീർത്തിന്.
എനിക്കിന്ന് 4 o'clock ആകുമ്പോൾ മെഹന്തി വെക്കാൻ ആൾ വരുന്നുണ്ടായിന്. അതുകൊണ്ട് തന്നെ എല്ലാം ശടപടേനെ നമ്മൾ ശരിയാക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ പയ്യെ അറിവലാക്കും ഞാൻ എന്ത് പണിയെടുത്തിട്ടാണ് ഹെൽപ്പാക്കിയിട്ട് അലിയിട്ട്. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് കുറച്ചധികം ഞാൻ ഹെൽപ്പാക്കി കൊടുത്ത്, കുറച്ച് അധികമല്ല കുറച്ച്. പിന്നെ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കാനില്ലേ, ചട്ടി വെച്ചുകൊടുത്ത് ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് പിന്നെ അടുത്തെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഉള്ളി ഇട്ടിട്ട് നല്ല പാങ്ങല ചില്ലി കൊടുക്കുന്നുണ്ട്. അത് കട്ട്ലേറ്റിനുള്ള ഉള്ളിയാണ് ഞാനിപ്പോൾ ഒന്ന് സെറ്റാക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ ഇല്ലേ ഞാൻ അവിടെ ഉമ്മാക്കൽക്കിട്ട് മെല്ലെ മേലൊക്കെ വന്ന് മേലെ എൻ്റെ ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനെല്ലാം ഉണ്ടായിന്. അതെല്ലാം ഒന്ന് സെറ്റാക്കാൻ എനിക്ക് ഇല്ലെങ്കിൽ മൈലാഞ്ചി വെച്ചെങ്കിൽ ഇനി എന്ത് കയ്യിലാലിയിട്ട് ബി അതൊന്ന് സെറ്റാക്കി. ഇൻസ്റ്റാലിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ആയിക്കോ. ഞാൻ കുറേ അധികം കോണ്ടൻറ്റ്സ് എല്ലാം ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലെന്നാട്ടും ഞാൻ ഇൻസ്റ്റാലാണ് ആക്റ്റീവ് ജാസ്തി. അപ്പോൾ അതൊക്കെയാണ് കഥയൊക്കെ. ഗായ്സ് മെഹന്തി പരിപാടി പകുതിയിൽ ഉണ്ട്. അപ്പോൾ അതാ ഒരു കൈക്ക് വെക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഹാൻഡിലേക്ക് വെക്കാനുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഞാൻ പേജെല്ലാം താഴെ മെൻഷൻ ആക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കഥ ഗോയിങ് ഓൺ. നിലാവ് കണ്ടിട്ട് തക്ബർ ലീറ്റ് അതിനാണ് പിന്നെ മൈലാഞ്ചി വെച്ചിട്ട് ഞങ്ങൾക്ക് ആവാനായി. അപ്പോൾ അതാണ് കഥ. പിന്നെ ഒരു നല്ല രീതിയിൽ മൈലാഞ്ചി വെച്ച് ഒന്നാമത്തെ കൈ നല്ല ഹെവി ഡിസൈന്, രണ്ടാമത്തും നല്ല ചേലുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിസൈൻ മതിയെന്ന്. എനിക്ക് ഏത് പേരിനാക്കും ഈ ഒരു ഡിസൈൻ മസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ഡിസൈനാണ്. അപ്പോൾ വെള്ളത്തെല്ലാം വെക്കുന്നുണ്ട്, നല്ല ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേജ് ഞാൻ താഴെ മെൻഷൻ ആക്കും. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കിയിട്ടും കൂടി വെച്ചോ. ഓള് നല്ല നല്ല ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് കാണാം. വെഡ്ഡിങ് എല്ലാ സെറമണിക്കും ഓൾ വെച്ചെടുക്കുന്നുണ്ട്. ബ്രൈഡലെല്ലാം ഭയങ്കര ഉണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ ചെക്ക് ആയിക്കോ. പിന്നെ അതൊക്കെയാണ് കഥ. ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് മൈലാഞ്ചി വെച്ചിട്ട് കഴിഞ്ഞ് പിള്ളേരെല്ലാം ഷെയിൻ്റെ പേരിലുണ്ടോണ്ട് അൽമണ്ടായിട്ട പെട്ടെന്ന് വെച്ചിട്ട് അതിന് നല്ലുണ്ട് ഡിസൈന്. എന്തോ ഒരു ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. സോ ഗൈസ് ഇപ്പം മെഹന്തി വെക്കാൻ ആൾ വരും. എന്ത് ഓന് ഞങ്ങൾക്ക് ആപ്പെല്ലാം ശരിയാക്കി തരുന്നുണ്ട്. ഓന് വെറും ആപ്പാണ്, അതുകൊണ്ട് ആപ്പ് ശരിയാക്കി തരുന്ന ആള് അല്ല ഷെയറ അല്ല. അത് ശരിയാക്ക്. പിന്നെ ഇപ്പൊ മൈലാഞ്ചി വെക്കാൻ ആള് വരും. പിന്നെന്ത് ഷെയറ സുഖം, ഷെയറിന് വളരെയധികം സുഖമാണ്. പിന്നെന്തെന്ന് വെച്ചില്ലെങ്കിൽ നോക്കാലോ ഈ കൈ ഓള് എന്താക്കിയിട്ട് മാറ്റുമെന്ന്. എനിക്ക് ഒരിടത്തേക്ക് പോകാനുണ്ട് ഷെയറ. എനിക്ക് കുറച്ച് അധിക പണിയുണ്ട് ഇന്ന് ടൗണില്. ഷെയറ കുറച്ച് അധികം പണിയുണ്ട് ടൗണില്. നോ അങ്ങ് നീണ്ടൊക്കെ തന്നെ പോണം. അപ്പോൾ അതാണ് കഥയൊക്കെ. ഇനി നമുക്ക് എന്തെന്നെല്ലാം നോക്കാലോ. സെറ്റാ? ഓ താങ്ക് യു സോ മച്ച്. ഓന് ആപ്പെല്ലാം ഒന്ന് ശരിയാക്കി തരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്നർഷിപ്പ് ലിങ്ക് ഫോൺ കിട്ടിയിട്ട് 1 വീക്കായാ ആയിട്ടുണ്ടോ? 1 വീക്ക് ആയിട്ടുണ്ടാവും. ഇതുവരെ ഞാൻ സ്ക്രീൻ കാർഡ് ഇട്ടില്ല. സ്ക്രീൻ കാർഡ് ഇടാണ്ട്. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാൾ ഉറപ്പാ ഷെയറ നിനക്ക്? അങ്ങനല്ല, ദുബൈയിൽ ഇന്നാകുമ്പക്ക് നമുക്ക് നാളെ ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് നാളെ പെരുന്നായതിനാൽ കുറേ അധികം പണി ഇന്ന് ബാക്കി ഉണ്ട്. താഴെ ഞാൻ ഉമ്മാനോട് ചെലീന് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴെല്ലാം ഞാൻ ഹെൽപ്പ് ആക്കാം. എന്നിട്ട് നേരെ റൂമിൽ കയറി ഞാടി. അങ്ങനെ ഒന്നുമില്ല. ഞാന് ഒരു മിനിറ്റ്, നീ ഉള്ളി മുറിച്ചിനാ എപ്പോ? ഞാൻ ഇപ്പൊ മുറിച്ചിട്ട് വന്ന. എത്ര ഉള്ളി? 10-15 ഉള്ളി. 25 ഉള്ളിന്റെ അടുത്ത് മുറിച്ചിട്ട് വന്ന. ഇപ്പൊ ഞാന് നിങ്ങ എന്ത് ചെല്ലാനില്ലേ? ഉമ്മ കണ്ടത് തന്നെ പ്രൂഫ് വേണ? വ്ളോഗ് ഉണ്ട്. ഉള്ളി ചിക്കൻ അല്ല ഇങ്ങനെ തൊല്ലി കുഞ്ഞ് എന്തല്ല വലിയ ഉള്ളി തന്നെ, മെച്ചുവർ ആയിട്ടുള്ള അഡൽട്ട് അങ്ങനെ അതല്ല കഥ. അപ്പൊ എന്ത് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ വ്ളോഗിങ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഐഡിയ ആവില്ല. അല്ലെങ്കിൽ ഒരു നാണക്കെടും ഉണ്ടായിരുന്നു. അതില് പിന്നെ
പിന്നൊന്നില്ലെങ്കിൽ അതിന് വേറെ ആളത് കണ്ടതാ നമ്മുടെ ഇപ്പൊ ആക്കേണ്ടത്. ഓ ഇതുവരെയായിട്ടും വ്ളോഗ് നോക്കിയിട്ട് വ്ളോഗ് നോക്കിയിട്ട് ഈവൻ എൻ്റെ പോലും ഓന് ഇതുവരെ നോക്കിയിട്ട് എൻ്റെ റീൽസ് കാണുമ്പോൾ ഓൻ എന്താക്കുന്ന അറിയോ, ഞാൻ കണ്ടത് ലൈവായിട്ട് എൻ്റെ ഫീൽഡിൽ ഇങ്ങനെ റീൽസ് വരുമ്പോൾ ഒരു സ്ക്രോൾ ആക്കല്. എനിക്ക് എന്ത് ബേജാറാവും അറിയോ അതുവരെ നോക്കാത്ത. പിന്നെ എന്ത് നീ യൂട്യൂബ് കൊണ്ട് എന്ത് നിനക്ക് യൂസ് ചെല്ല്, അപ്പൊ ഡിലീറ്റ് ആക്ക്. വില എടുത്ത് മര്യാദ ഇല്ലാത്തവൻ. അപ്പൊ കൊറേ ആൾക്കില്ല ഡൗട്ട് ഇതാരെന്ന് കൊറേ ആൾക്ക് ഡൗട്ട് ഉണ്ട്. ഇതെന്റെ ഉപ്പ. അപ്പൊ ഇതെന്റെ ഉപ്പ, മൂക്കാത്തവങ്ങള് അടുക്ക്. അപ്പോ ദിസ് ഇസ് മൈ ഡാഡി. ഇനി ആരും ആ ഡൗട്ട് ചോദിച്ചിട്ട് വരണ്ട, ഇതെന്റെ ഉപ്പ അല്ലേ. പിന്നെ അപ്പൊ ഇതെന്റെ സ്വന്തം ഭർത്താവാണ്, കർത്താവ്. നിന്നെ വാടക എടുത്തതാ. അയ്യപ്പ അതെല്ലാം വിട്, എന്തെല്ലാം പ്രാന്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആര് നല്ല ഡൗട്ടിന് ക്ലിയർ ആയില്ലേ, ഇതെൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് 2 കുട്ടികളാണ്. ഞങ്ങൾ തമ്മിൽ ഒരേ വയസ്സ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാ ഞാൻ വലിയ മൂത്തതോന് ചെറുതോന്ന്. നീ ഒക്കെ ബുദ്ധി കൊണ്ടോന് ചെറുത് തന്നെ, ഓനാട് ബുദ്ധി എനിക്കുണ്ട്. അതിന്റെ കഥയുടെ ഇപ്പൊ ആര് ചോദിച്ചിട്ടാ വയസ്സിന്റെ കഥയില് ഓനിക്ക് 27ഉം എനിക്ക് 24ഉം. അപ്പൊ ഞങ്ങൾ 2.5 വയസ്സിന് വ്യത്യാസം. എനിക്ക് ഇപ്പൊ 25 എനിക്ക് 25 വയസ്സാവ. 25 എല്ലാവാനായി, മെയ് എല്ലാവാനായി. അത്ര അറിഞ്ഞാ മതി. പിന്നെ അപ്പൊ അതാണ് നിങ്ങളെ കഥ. അപ്പൊ Q&A ഇട്ടിട്ടൊന്നും കുറേ ക്വസ്റ്റ്യൻല് അങ്ങനെ ഒന്നും ആക്കുന്നില്ല. ഇപ്പൊ എന്നെ വെച്ചാൽ ദിസ് ഈസ് മൈ ഹസ്ബൻഡ് ആൻഡ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 2.5 years ആണ്. 2.5 yearsന് ഓന് 30, ഞാൻ 30 നിരിച്ചോണ്ടാ. വയസ്സിലങ്ങനെ, പക്ഷെ ബുദ്ധിക്ക് ഓനെ നാട്ടിയോ 2.5 വയസ്സല്ല, ഒരു 10 വയസ്സിന് ഉള്ളത്. ബുദ്ധി തീരെയില്ല അതന്നെ. അപ്പൊ അത് കഥയല്ലോ. അപ്പൊ ഇനി എന്ത്, ഇനി അടുത്തത് ഇപ്പൊ മൈലാഞ്ചി വെക്കാൻ ആള് വരും. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഈ വ്ളോഗ് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കണ്ടേ അതായിരുന്നല്ലോ വാങ്ങണ്ട്. ഓന്റെ ഓളാ ഇവൻ ചമങ്ങലിഞ്ഞ് ഓക്കെ. അപ്പോ നമുക്ക് ഇനി അവിടെ ഓർ വന്നിട്ട് കാണിച്ചു തരാം. തായൻ്റെ ഉമ്മ ഇപ്പൊ വിളിക്കൂ. ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പണിയെല്ലാം എടുത്തരാം, നിങ്ങൾ തുടങ്ങിക്കോന്ന്. തുടങ്ങിയിട്ടാകുമ്പോൾ ഞാൻ പയ്യിലോ മീത്തേക്ക് വന്നിരുന്നു. ഉമ്മടുത്തോളം വിളിച്ചിട്ട് അത് ഉമ്മാൻ്റെ ഒരു മഹാമനസ്കത. അപ്പോൾ ഞാൻ തായ്ക്ക് പോയിട്ട് വരുന്നു. തായ്ക്ക് പോകുന്നില്ല, ഇവിടെ ഇരിക്കുന്നു, മൈലാഞ്ചി വെക്കുന്നു. അപ്പം എല്ലാം സെറ്റാക്കുന്നു. സോ ഗൈസ്, മെഹന്തിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നോമ്പുറക്കാൻ വന്നിട്ട് നമുക്ക് കുറെ അധികം സാധനം കാണുന്നുണ്ട്. താരയുടെ ഇതെന്ത് സമൂസ പക്വാട, അങ്ങനെ കുറെ സാധനം ഉണ്ട്. അപ്പൊ എന്തായാലും നാളെ പെരുന്നാവോ ഉപ്പ? ഇല്ല, നാളെ പെരുന്നാവെന്ന് തോന്നുന്നു. പെരുന്നാവോ ചെയ്യറ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര സാധനം മേഞ്ഞത്. ഇനി അടുത്ത കൊല്ലാണ്ടേ ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറ നല്ല ഒരു ഫെയർവെൽ ആയിട്ട് മാറട്ടെ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷം കാണാം. സോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ആണ് തക്ബർ എടുക്കുന്ന. സത്യം പെരുന്നാമ്പക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മളെ ഷോപ്പിങ്ങിലേക്ക് ഞങ്ങൾ ഇതാ കടക്കുകയാണ്. അതാ ഉസ്താദ് ഇതാ തക്ബർ വിളിക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മ ഇപ്പോൾ ടൗണിൽ വന്നിട്ടുണ്ട്. മൈലാഞ്ചി സ്റ്റിൽ ഉണങ്ങിയിട്ടതാ ഇങ്ങനെ കാണുന്നില്ലേ. ഞാൻ കുറച്ച് കഴിയാത്ത മൈലാഞ്ചി എടുക്കല. അതുകൊണ്ട് മൈലാഞ്ചി ഉണ്ടെങ്കിൽ കുറെ അധികം പണിയൊന്നും എടുക്കേണ്ടി വരുന്നില്ല. എങ്ങനെ അറിയുന്നത് ഉപ്പ? നല്ലല്ല മൈലാഞ്ചി കയ്യിലിട്ടോണ്ടില്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പണിയെടുക്കേണ്ടതൊന്നുമില്ല അല്ലേ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് തന്നെ ഉണ്ട് ഷോപ്പിലാന്ന് ലീറ്റ്. അതുകൊണ്ട് നമുക്ക് ആരും ഒന്ന് പണി ഏൽപ്പിക്കുന്നില്ല. അല്ല അങ്ങ് പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കലില്ല, അത് വേറെ കഥ അല്ലേ. ദിസ് ഈസ് നോട്ട് അഭിമാനത്തിൽ പറയുന്നത്. ലാസ്റ്റ് മൂമെന്റ് ആണ് ഷോപ്പിംഗ് ഫുള്ള് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇവിടത്തേക്ക് ഇപ്പം വന്നത്
നേരെ വന്നു ടൗണിലേക്ക്. ടൗണിൽ ഉമ്മ പർച്ചേസിന് പോയിട്ടുണ്ട്. ഞാൻ കാറിൽ ഒരു സമയം AC കൊള്ളുന്നുണ്ട്. കാരണം അങ്ങ് പുറത്തിറങ്ങിയെങ്കിൽ ബനാണ്, ഭയങ്കര ബനാണ്. ഉപ്പനോട് ചെല്ലുന്നത് എന്തെല്ലാം പറയണ്ടാണ്. ദിസ് ഈസ് വ്ലോഗ് ഉപ്പാക്ക് ഭയങ്കര നാണക്കേട് ഞാൻ ഇങ്ങനെ എന്തെല്ലാം ബായിൽ വരുന്ന പോലെ പറയുന്നത്. ഉപ്പാക്ക് ഞാനിപ്പോ ഹൈ ഗൈസ് മാത്രം പറഞ്ഞാൽ മതിയാ, ഹൈ ഗൈസ് മാത്രം പറഞ്ഞാൽ മതി ഞാൻ. അപ്പൊ അതാണ് കഥ. എൻ്റെ ഉപ്പാനെ ഞാൻ കാണിച്ചു തരാം. ഉപ്പ ഫുള്ള് താടി മുടി എല്ലാം എടുത്ത് റെഡിയിൽ നിന്നിട്ടുണ്ട്. പെരുന്ന കൂടിയൊക്കെ ഇനിയൊന്ന് പെരുന്നായിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിക്ക് പോയെങ്കിൽ മതി. അങ്ങനെ കുട്ടപ്പനായിട്ട് നിന്നിട്ടുണ്ട്. ഏത് ഷെയ്റോക്കും കുട്ടപ്പനാവാൻ പോയിട്ടുണ്ട്. ഉമ്മാൻ്റെ ഡ്രസ്സ് ഇതുവരെ സ്റ്റിച്ചാക്കിയിട്ടായിട്ട്. അപ്പം അതിൻ്റെ തിരക്കിലുണ്ട്. ലൈനിങ് ഇന്നിപ്പം മേങ്ങുന്നത്, നോട്ട് ദ പോയിന്റ്. 2 പുള്ളറ ആസ് യൂഷ്വൽ ഷെയറിൻ്റെ പേരിലാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കഥ ആൻഡ് വിശേഷങ്ങളെല്ലാം. ഇനി എന്താ പറയുക ഉള്ളത്, നമുക്ക് വേറെ ഒരു 2-3 ട്രിപ്പ് പോകാണ്ട് ബിടി പൊട്ടി കണ്ട് ടൊട്ടാക്കാണ്ട്. ഉപ്പാക്ക് ഞാൻ ഇങ്ങനെയല്ല സൗണ്ട് ആക്കുമ്പോ നടക്കലാണ്. ആൻഡ് ഓൾസോ ഞാൻ ഐബ്രോ ഷേപ്പ് ആക്കിയിട്ട് വന്ന് നല്ല കത്ത് നീണ്ട് കത്തിൽ റബ്ബ. ബട്ട് ഐബ്രോ ഷേപ്പ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇനി ഇങ്ങനെ മൈലാഞ്ചി വെച്ചിരുന്നു വെച്ചാൽ അമ്മേനെ കാണിക്കും. നല്ല പാങ്ങുണ്ട്, നല്ല പാങ്ങല് വെച്ചതിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഈൻ്റെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ആയിക്കോ. നമ്മ എന്ത് കാണിച്ച് അതാ നമ്മളെ കൈക്ക് ഓർ വെച്ച് തരുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഓരോ പേജ് എന്തായാലും നിങ്ങൾ ഫോളോ ആക്കിക്കോ. എന്തായെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർക്ക് ഓർഡർ കൊടുക്കുക. കാരണം അത്ര ചെയ്യലുണ്ട്. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോ വെയിറ്റ് ആക്കുന്നുള്ളത് ഓരോ വന്നിട്ടായിട്ട് വെടിയെല്ലാം പൊട്ടിക്കാലിയിട്ട് അപ്പുറത്തിപ്പുറത്തെല്ലാം ഫുള്ള് ഒരു പൊൽസിൻ്റെ കഥയാണ് നടക്കുന്നുള്ളത്. ഭയങ്കര ക്രൗഡും സൗണ്ടെല്ലാം കേൾക്കുന്നു. അപ്പുറത്തിപ്പുറത്തെല്ലാം വെടി പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഇതുവരെ പൊട്ടിച്ചിട്ടാ ഷെയ്പ്പുള്ള കൂട്ടാനല്ല പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ടായിട്ട് വിശേഷം എന്തെല്ലാം കഴിച്ചതാ. ഷെഹേർ ഇതിലൊന്നൊക്കെ പിന്നില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ റമദാന് ഞാൻ കുറച്ച് വീഡിയോസിൽ എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞിട്ട് ഞാൻ DM ആക്കണമെന്ന് പറഞ്ഞ എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ എനിക്ക് ഇൻസ്റ്റാഗ്രാം പെരുന്നാളിൻ്റെ ആരും എനിക്ക് മെസ്സേജ് ഇടണ്ട. ലൈക്ക് വിന്നേഴ്സ് മെസ്സേജ് ഇടണ്ട. പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ എല്ലാവരും ഇൻസ്റ്റാൾ മെസ്സേജ് ഇട്ടോ. പിന്നെ വിത്ത് സ്ക്രീൻഷോട്ട് ഇടണം. ആൻഡ് നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കൂടി തരണം, ഫുൾ അഡ്രസ്സ് കൂടി അയച്ചു തരണം. അപ്പോൾ അതൊക്കെയാണ് കഥ. നിങ്ങൾക്ക് വലിയ രീതിയിലെങ്കിലും എന്നെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഈ വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചിലത് എൻ്റെ ബൈ.